നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്തായാലും ചക്കരിശ്ശേരി വെക്കാച്ചിട്ടാണ്. അപ്പോൾ വീട്ടിലത്തെ എന്തായാലും കഴിഞ്ഞു. അപ്പോൾ എവിടെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കാറുണ്ട്. അത്രയും ഇഷ്ടമാണ് ചക്ക. ആ കാഴ്ചകളും അതുപോലെ തന്നെ അവിടെ പോയപ്പോൾ കണ്ടൊരു മനോഹരമായ കാഴ്ചയും അങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ചക്കയിടാൻ പോണ വീടുണ്ടല്ലോ, അവരുടെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് റോഡ് ചുറ്റിയിട്ട് കുറേ ദൂരമുണ്ട്. പിന്നെ അവിടേക്കുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് കുളമുണ്ട്. കുളം ഇറങ്ങിയിട്ട് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് കയറാം. അപ്പോൾ പിന്നെ എന്തായാലും കുളത്തിൽ കൂടെയാണല്ലോ നമ്മൾ പോണത്. അപ്പോൾ പിന്നെ കുറച്ച് ടൂണുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ കയ്യിൽ പിടിച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ രാവിലെ അലക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുളത്തേക്ക് പോണ വഴിയുണ്ടല്ലോ, ആദ്യം ഒരു മൺ റോഡായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 4-5 കൊല്ലമൊക്കെ ആയിട്ടേ ഉള്ളൂ തോന്നുന്നു അതുപോലെ സിമെൻറ്റ് ഇട്ടിട്ട്. അത് നല്ല മിനുസായിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അത് കാരണം മഴക്കാലമായാലത്തെ കാര്യം പറയണ്ടല്ലോ, നല്ല വഴുക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ ഞാൻ ആ റോട്ടിൽ ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് പതുക്കെ നടന്നിട്ട് അങ്ങനെ പോവുക ചെയ്യാറ്. 1-2 വട്ടം പിന്നെ വീണ ഒരു പരിചയം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പേടി ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കുളത്തിലേക്ക് എത്തി. ഈ കുളം പിന്നെ അങ്ങനെ ആഴമില്ല, അതുകൊണ്ട് പിന്നെ കുട്ടികൾക്കും കൂടി പേടിക്കാതെ ഇറങ്ങാം. പക്ഷേ മുന്നത്തെ കാലത്ത് ആ ചണ്ടിയുള്ള ഭാഗമൊക്കെ അങ്ങനെ വലിയ കുളം അത്ര ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴാണ് അങ്ങനെ ചണ്ടി വന്നതെന്നാണ് പറയുന്നത്. പിന്നെ താമരക്കുളമായിരുന്നു കേട്ടോ, ഇതിൽ നിറച്ച് താമരകളുണ്ടായിരുന്നു. പിന്നെ അലക്കാനും കുളിക്കാനൊക്കെ വരുന്നവരുണ്ടല്ലോ, അപ്പോൾ കുറേ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ കിഴങ്ങ് പറിച്ചിട്ട് പോയി എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ അങ്ങനെ വള്ളിയൊന്നും ഇല്ലാണ്ടേ. എൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇതിൽ പൂക്കളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. താമരയല്ല, ആമ്പലാണെന്ന് തോന്നുന്നു. പിന്നെ ചെറിയ ചെറിയ മീനുകൾ ധാരാളം ഉണ്ട്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വലിയ മീനുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഉറവ് കൂടെയൊക്കെ വരണ്ടാ തോന്നുന്നു. ഞങ്ങളൊക്കെ ഈ ഭാഗത്തുള്ളവർ അലക്കിയിട്ട് തിരുമ്പി പോകും കേട്ടോ. അപ്പോൾ മീനിനൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ, വലിയ വലിയ മീനിനെ കാണുമ്പോൾ. പക്ഷേ കുറേ ദൂരത്തു നിന്നൊക്കെ അലക്കാൻ വരാറുണ്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾ വന്നിട്ട് ചൂണ്ടിട്ടിട്ട് പിടിക്കും. പിന്നെ വലിയ വലിയ ഇഴജന്തുക്കളുണ്ടല്ലോ, അവയുണ്ട് കേട്ടോ. ഉണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ കിടക്കണ കാണാൻ. നീർക്കോലിയാണെന്നും പറയലുണ്ട്. പക്ഷേ നമ്മൾ കാണാത്ത കാരണം പിന്നെ അങ്ങനെ പേടിയൊന്നും തോന്നാറില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 4 പുറം ഏകദേശം അടുത്ത് വീടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ചേച്ചിയുടെ വീട് തന്നെ ഈ കുളം അങ്ങോട്ട് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ചേച്ചിയുടെ വീടായി. പിന്നെ കുളത്തിൻ്റെ അങ്ങനെ കയറ്റത്തിൽ നമ്മൾ വന്ന വഴിയുണ്ടല്ലോ, അവിടെ നിറച്ച് വീടുകളുണ്ട്. അങ്ങനെ തുണികളൊക്കെ പിഴിഞ്ഞ് വെച്ചു. ഇനി ചക്ക ഇടാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കയറി ഇറങ്ങാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പതുക്കെയാണ്, എന്താ വെച്ചാൽ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് കളിയാക്കണുണ്ട്. അങ്ങനെയൊക്കെ സീന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തംബ്നെയിൽ ഇടാൻ പറ്റിയൊരു ഫോട്ടോ ആയില്ലോ എന്നും പറഞ്ഞിട്ട്. ഇതിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ നിറയും കേട്ടോ, മഴ അടുപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ. ഇപ്പോൾ പിന്നെ വെയിലും ഇടയിലും മഴയും അങ്ങനെയൊക്കെ മാറി മാറി ആവുക കാരണമാണ് ഇത്ര വെള്ളം. ഇവിടെ അടുത്ത് കുറേ കുളങ്ങളുണ്ട് കേട്ടോ. ഏറ്റവും ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളത് ഈ കുളമാണ്. പിന്നെ ഈ കുളം അങ്ങനെ ഒഴുകി പോകും, അത് എത്തിച്ചേരുക പാടത്തൊരു കുളത്തിലേക്കാണ്. പക്ഷേ ആ കുളം പിന്നെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ, ആകെ ചണ്ടിയായിട്ട് കിടക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ പാമ്പുംകാവും അമ്പലമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ നേരെ പിന്നിലായിട്ടൊരു കുളമുണ്ട്. പക്ഷേ അവിടേക്കുള്ള വഴി നേരിട്ടുള്ളത് കുറേ ദൂരമുണ്ട്. ഇപ്പം നമ്മൾ കുളത്തിലേക്ക് വന്നൂലോ, അവിടെ നിന്നും കുറേ നടക്കണം. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും പോകാറില്ല. പിന്നെ അതെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് മാത്രമാണ് ആ വെള്ളം നന്നാവുക. വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ആകെ മൺകളറാവും ചെയ്യും, ഒരു മണം ഉണ്ടാവും. ഈ കുളത്തിലാണെങ്കിൽ അങ്ങനെ വെള്ളം വറ്റൂല. പിന്നെ വെള്ളം നല്ല വെള്ളമാവും കേട്ടോ, കുറച്ചായാലും നല്ല വെള്ളമാവും വേനൽക്കാലത്തൊക്കെ. അങ്ങനെ കുളവും പിന്നെ ഒരു പറമ്പും ഒക്കെ കടന്നിട്ട് നമ്മൾ ചക്ക ഇടുന്ന വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ചക്ക മുകളിലും താഴെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യമൊക്കെ വരുമ്പോൾ തോട്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവിട്ടു. അവിടെ പിന്നെ നല്ല നീളത്തിലുള്ള തോട്ടിയുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോൾ അങ്ങനെ നമ്മൾ മുളയുടെ തോട്ടി ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ട്. ഞാനും ആ ചേച്ചിയും കൂടി കുറേ തിരഞ്ഞു നോക്കി, അപ്പോൾ എവിടെയും കണ്ടില്ല. അവസാനം ഒരു ഇരുമ്പിൻ്റെ ഒരു തോട്ടി കിട്ടിയിട്ടോ, അധികം ഉയരമൊന്നും ഇല്ലാത്തത്. പിന്നെ അവിടെ ചീര കണ്ടു. ഞങ്ങളുടെ അവിടേക്ക് ചിക്രമാണി എന്നാണ് പറയുക. അപ്പോൾ അത് കുറച്ച് നേരം പൊട്ടിക്കാൻ നിന്നു. വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു മതിലൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഒക്കെ കുറേ ചെടികളൊക്കെ പോയി. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെ ചീരയുടെ ഇല അല്ലെങ്കിൽ ചേമ്പുന്നണ്ട്, ചേമ്പിൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ കയ്യിൽ. ചീരയൊക്കെ പൊടിച്ചിട്ട് കൈ പിടിച്ചു. പക്ഷെ വെക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു ചക്ക ഇടാൻ. ഇനിയിപ്പോൾ അത് നുറുക്കി ഉണ്ടാക്കലും പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് തോട്ടി തിരഞ്ഞിട്ടൊക്കെ നേരം പോയില്ലോ. ഇവിടെ എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടാണല്ലോ, കുളത്തിൽ കൂടെ ഇറങ്ങിയിട്ട് വേണമല്ലോ വരാൻ. അപ്പോൾ പിന്നെ ആകെ നനയും. അതുകൊണ്ട് ഞാൻ ചീര ഇപ്പം തന്നെ പൊട്ടിച്ചതാണ്. ഇലക്കറികൾ, ചീര അതൊക്കെ നമ്മൾ വെക്കണ ദിവസം തന്നെ അങ്ങനെ മുറിച്ചിട്ട് അരിഞ്ഞിട്ട് വെക്കണതാണല്ലോ സ്വാദ് ഉണ്ടാവുക. എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം പിന്നെ ചീരയും ഞാൻ അരിഞ്ഞിട്ട് കൈ പിടിച്ചു. ഇനി ചക്ക ഇടാനുള്ള തന്ത്രപ്പാടാണ്. അപ്പോൾ തോട്ടിയിൽ കൊളുത്തില്ല, അപ്പോൾ അത് കെട്ടണം. ആദ്യം ചെറിയ വടിയൊക്കെ വെച്ച് കെട്ടി നോക്കിയിട്ടാണ്, പക്ഷെ അത് പറ്റണില്ല. പിന്നെ കത്തി തന്നെ കെട്ടിയാൽ പിന്നെ വേഗം എളുപ്പത്തിൽ ഇടാലോ. തോട്ടി കെട്ടുക, അതുപോലെ തന്നെ അതിന് കൊണ്ട് ഓരോന്നൊക്കെ പൊട്ടിക്കുക. അപ്പം വീടിൻ്റെ അവിടെയൊക്കെ 4 പുറം മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ വിറകൊക്കെ പൊട്ടിക്കുക. ഉണങ്ങിയ വിറകുണ്ടാവും, അതൊക്കെ പൊട്ടിച്ചെടുക്കുക. അതൊക്കെ നല്ല ഇഷ്ടമാണ്. അതുപോലെ അങ്ങനെ വിറകൊക്കെ കൂട്ടിയിടുമല്ലോ നമ്മളെല്ലാം, കുറേ കൊണ്ടുവന്നിട്ട് വലിയ വലിയ വിറകുണ്ടാവും, നല്ല ഉണങ്ങിയ കൊമ്പകളാണ് ഉണ്ടാവുക. അതൊക്കെ ഇങ്ങനെ കൂടി കിടക്കണതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഓരോരോ പ്രാന്തന ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ഇപ്പോഴും ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്നാൽ വിറക് പൊട്ടിക്കാൻ പോവുക പറയാം നമ്മുടെ കയ്യിൽ. അപ്പോൾ അമ്മ പറയും ഇവിടെ ആവശ്യത്തിന് വിറകുണ്ടല്ലോ, പിന്നെ ഇതിനെ വെറുതെ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിട്ട് അമ്മ ചീത്ത പറയും. ചെറിയ ചക്കകളായിരുന്നു, അപ്പോൾ പിന്നെ 2 ഇട്ടു.
ഇനി കുറച്ച് ഈ ഭംഗി ആസ്വദിക്കുക അല്ലേ. ഇത് വെള്ളച്ചാട്ടമൊന്നുമല്ല, കനാൽ പാലം നിറഞ്ഞൊഴുകണതാണ്. അപ്പോൾ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ കുറേ ദിവസം മഴ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേടിയാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്തുള്ളവരൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോവുക ചെയ്യുക. എന്താ വെച്ചാൽ അവിടെ ചെറിയൊരു മതിലാണുള്ളത്. അപ്പോൾ അതങ്ങോട്ട് കുറേ ദിവസം അടുപ്പിച്ച് മഴ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിലൊക്കെ വെള്ളം കയറും. അപ്പോൾ ഇവരുടെ സാധനങ്ങൾ മൊത്തം ആ പറമ്പ്, നമ്മൾ വരുമ്പോൾ ഒരു പറമ്പ് കണ്ടുല്ലോ, അവിടേക്ക് എത്തുമെന്നാണ് പറയണത്. പിന്നെ ആ സമയത്ത് ഞങ്ങൾക്കൊന്നും അതിനെ കുളത്തിൽ കൂടെ ഒന്നും വരാൻ പറ്റില്ല, കുളമൊക്കെ നിറഞ്ഞ് കിടക്കുക ചെയ്യുക. ഇവിടെ പുഴയും അടുത്താണ്. പുഴ അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പാടമുണ്ട് പറഞ്ഞല്ലോ, ഈ കുളത്തിൻ്റെ അടുത്ത് തന്നെ. നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ പാടം. അപ്പോൾ പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പാടത്തേക്കാണ് വെള്ളം കയറുക. ആ പ്രളയ സമയത്തൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ അങ്ങനെ പോയി നിൽക്കുമായിരുന്നു, ആണുങ്ങളൊക്കെ രാത്രിയിൽ. ആ പാടത്തേക്ക് വെള്ളം എത്തിയുന്നുണ്ടെന്ന് എല്ലാവരും അവിടെ നിന്ന് പോകേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ വെള്ളത്തിലാവും. സർട്ടിഫിക്കറ്റ്, വേണ്ടപ്പെട്ട രേഖകൾ അതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചു കേട്ടോ. എങ്ങനെ ഉണ്ടാവുക, നമുക്ക് എപ്പോഴാണ് പോകേണ്ടി വരികയെന്ന് അറിയില്ല. പിന്നെ വെള്ളം താന്നു. ഇരക്കുഴി കനാൽ ഞങ്ങളുടെ അധിയനെ പോകുന്നുണ്ട് കേട്ടോ, വീടിൻ്റെ അധിയനെ. അപ്പോൾ ആ കനാലിൻ്റെ പാലാണ് ഈ ചേച്ചിയുടെ വീടിൻ്റെ അവിടെ ഉള്ളത്. വേനൽക്കാലത്ത് കനാലിൻ്റെ പാലം പണി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്ത് ഞാനത് വീഡിയോ ആയിട്ട് അങ്ങനെ കുറേ നേരം ആ കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. എന്താ വെച്ചാൽ കറി വെക്കണമല്ലോ, നേരം 12 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്ക അങ്ങനെ കഷ്ണങ്ങളാക്കി. ആദ്യം പിന്നെ ചെറുതെടുത്തത്, അതിൽ പിന്നെ ചോള കുറവുണ്ടാവുക. അപ്പോൾ പിന്നെ വലിയ ചക്കടയും കൂടി ഒരു ചെറിയൊരു കഷ്ണം കൂടി എടുത്തു. പിന്നെ ഞങ്ങളുടെ അവിടേക്കൊക്കെ ഇതിൻ്റെ മടലും കൂടി കുറച്ച് ചേർക്കാറുണ്ട് കേട്ടോ, കറികളിലും അതുപോലെ തന്നെ എലിശ്ശേരിയിലൊക്കെ. അപ്പോൾ ഇവിടേക്ക് അങ്ങനെ മടൽ ചേർക്കാറില്ല. അപ്പോൾ എൻ്റെ ഒരു ബൂതിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണത്തിൻ്റെ മടൽ എടുത്തിട്ട് ചേർക്കും. പിന്നെ ചോളയും കുറച്ച് ചക്കക്കുരുവാണ്. പിന്നെ കാന്താരി മുളക് അരച്ചിട്ടാണ് എലിശ്ശേരി വെക്കണത്. പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു. പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ കഷ്ണമൊക്കെ അരിഞ്ഞെടുക്കണ നേരത്ത് പിന്നെ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ, പിന്നെ വേഗം വെന്ത് കിട്ടുമല്ലോ. ഇവിടെ പിന്നെ ഞങ്ങൾ എന്ത് വെക്കിയാലും ആദ്യം കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുക. പിന്നെ അത് നല്ല തിളച്ച ശേഷമാണ്, അതിപ്പോൾ ഉപ്പേരിക്കായാലും അതെ, എന്ത് കറികൾക്കും, ഇനി പരിപ്പ് അടുപ്പത്തിടായാലും അതെ, തിളച്ച ശേഷം, വെള്ളം തിളച്ച ശേഷമാണ് പിന്നെ അത് ഇട്ട് കൊടുക്കുക. കാന്താരി മുളകൊക്കെ ആവശ്യത്തിന് പൊട്ടിച്ചെടുത്തു. പിന്നെ തേങ്ങയൊക്കെ ചിരകി അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കുരുമുളക് പൊടി ഞാൻ ലേശം അവസാനം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് പിന്നെ വീഡിയോയിൽ വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് അമ്മിയിൽ അരച്ചെടുക്കുകയാണ്. അപ്പോൾ മിക്സി ഞാൻ പറഞ്ഞല്ലോ, പരമാവധി അമ്മിയിലാണ് അരയ്ക്കാൻ നോക്കുക. പിന്നെ അത്രയും വയ്യാന്നുണ്ടെങ്കിൽ മിക്സിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ കാന്താരി മുളകും തേങ്ങയും ജീരകവും ഒക്കെ കൂടിയിട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ മുളക് അരയ്ക്കാൻ അങ്ങനെ അമ്മിയിൽ ഇട്ടപ്പോഴാണ് കേട്ടോ പിന്നെ എനിക്ക് എരിവ് കൂടിയാലോന്നൊരു സംശയം. കാന്താരി മുളകല്ലേ, കാന്താരി മുളകാണല്ലോ, അത് നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല എരിവുണ്ടാവും. അപ്പോൾ പിന്നെ അത് എരിവ് കൂടി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എരിവ് കുറച്ചുകൂടി നോക്കിയിട്ട് ഇടാൻ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മുളക് മാറ്റി വെച്ചു. പിന്നെ കറി ആയി വന്നപ്പോൾ പിന്നെ വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയ്ക്കുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എനിക്കുള്ളതിൽ മാത്രം കുറച്ച് കാന്താരി മുളക് അരച്ച് ചേർത്തു. പിന്നെ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് അത് രാത്രി ഞാൻ ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിക്കും കേട്ടോ. കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ആ ചൂടോടെ ചക്ക കഴിക്കുന്നതാണ് ഇഷ്ടം. ആറി കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചുകൂടി കട്ടിയാവും ചെയ്യും, ഒരു തണുതന്നെ ഒരു സ്വാദും തോന്നാറ്. നിങ്ങളുടെ അവിടേക്കൊക്കെ എങ്ങനെ ചക്കശ്ശേരി ഉണ്ടാക്കാമെന്നൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. ഞങ്ങളിവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് എലിശ്ശേരി. അപ്പോൾ ഇടയ്ക്കും ഇപ്പോൾ അങ്ങനെ അടുപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇന്നിപ്പോൾ കാന്താരി മുളകും പിന്നെ കുരുമുളകും ചേർത്തിട്ട് ഉണ്ടാക്കണത്. ഇന്ന് പിന്നെ മഴയില്ലാത്ത ദിവസം ആവുക കാരണം പിന്നെ ചക്ക ഇടാൻ പോകാനും അതുപോലെ തന്നെ എലിശ്ശേരി വെക്കാനും അമ്മിയിൽ അരയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. മറ്റേത് ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് ഇപ്പുറത്തുനിന്ന് അങ്ങനെ മഴയുടെ ഊത്താലെന്ന് പറയും ഞങ്ങൾ ഇവിടേക്ക്, ചാറ്റലുണ്ടല്ലോ, അതിങ്ങോട്ട് തീർക്കും. അങ്ങനെ കറിയിലേക്ക് വേണ്ട അരപ്പൊക്കെ അരച്ചെടുത്തു. പിന്നെ അമ്മിയൊക്കെ കൈയോടെ തന്നെ നന്നായിട്ട് കഴുകുകയാണ്. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും മറ്റേ ഞാഞ്ഞുളും ഉണ്ടല്ലോ, ഞാഞ്ഞുളും ഈ മഴക്കാലത്ത് കയറുന്ന കാണാം. അതുപോലെ തന്നെ തേരട്ട, ആ ചുവന്ന കളറുള്ളതും അതുപോലെ തന്നെ കറുപ്പ് കളറുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും ഈ അമ്മയുടെ സൈഡിൽ കൂടെ. അങ്ങനെ അരപ്പൊക്കെ അരച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കഷ്ണങ്ങളൊക്കെ ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എനിക്കിങ്ങനെ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ടോ എന്നുള്ളത് ഇങ്ങനെ എപ്പോഴും വരികയാണ്. അപ്പോൾ ഇവിടെ ഏട്ടനെ എപ്പോഴും കളിയാക്കും ഈ ടോ ഇത്തിരി കുറച്ചോളം പറഞ്ഞു. പക്ഷെ അതങ്ങനെ ഒരു ശീലമായ പോലെ എന്നാൽ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ വരാറില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ സംസാരിച്ചുകൂടെ പറഞ്ഞിട്ട് എപ്പോഴും ചീത്ത പറയും. ഞാൻ അതുകൊണ്ട് പരമാവധി അത് ഒഴിവാക്കാൻ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്താ വെച്ചാൽ മഴക്കാലം ആയി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും നമ്മൾ തുണികൾ അലക്കിയിടുമല്ലോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അടുപ്പിൻ്റെ ഏകദേശം സൈഡിൽ കൂടെയൊക്കെയും എല്ലായിടത്തും തുണികൾ ഇട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു മറയൊക്കെ ലൈറ്റിലേക്ക് വരും. അതുപോലെ തന്നെ പഴയ വീടും പിന്നെ കറണ്ടിൻ്റെ സൗകര്യങ്ങളും ഇലക്ട്രീഷ്യൻ വർക്കും എല്ലാം ആണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും വീഡിയോസിലൊക്കെ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കി ലൈറ്റൊക്കെ ശരിയാക്കാൻ പറ്റിയൊരു സാമ്പത്തിക അവസ്ഥയല്ല. അത് കാരണം എല്ലാവരൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ.
പിന്നെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. പിന്നെ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാലാണ് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ഉണക്കമുളകും ഒക്കെ കടുകൊക്കെ ചേർത്തിട്ട് വറുത്തിടുക. അപ്പോൾ ഉണക്കമുളക് ഇല്ലാത്ത കാരണം പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കടുക് മാത്രം ചേർത്തിട്ടാണ് വറുത്തിടുന്നത്. അങ്ങനെ കറിയൊക്കെ വാങ്ങി വെച്ചിട്ട് ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായപ്പോൾ വെളിച്ചെണ്ണ, നമ്മൾ ഇങ്ങനത്തെ കറികൾക്കൊക്കെ പിന്നെ വെളിച്ചെണ്ണയുള്ള കൂടുതൽ സ്വാദ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കടുകും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ചേർത്തിട്ടൊന്ന് വറുത്തിടുകയാണ്. പിന്നെ അടുപ്പിൻ്റെ മുകളിലത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ പപ്പടം കാച്ചലൊക്കെ ഇനിയിപ്പോൾ ഗ്യാസിലാണ് ചെയ്യുക. അപ്പോൾ പിന്നെ വിറക് വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റാവും, കത്തിയിട്ട് ബാക്കി അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഓല മാത്രം വെച്ച് കൊടുത്തിട്ട് ഇത് വറുത്തിടുക മാത്രമാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇതിലത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.